മറ്റുള്ള വാർത്തകളിലേക്ക് പോകണം. തിരുവനന്തപുരം കാട്ടാക്കടയിൽ സ്കൂൾ കെട്ടിടം തകർന്നു വീണു. കാട്ടാക്കട പുഴനാട് UP സ്കൂൾ കെട്ടിടത്തിന്റെ ഒരു ഭാഗമാണ് കാലപ്പഴക്കത്തെ തുടർന്ന് തകർന്നു വീണത്. ഇന്റർവെൽ സമയം കുട്ടികൾ കളിക്കുന്ന ഭാഗത്താണ് സ്കൂൾ കെട്ടിടം തകർന്നു വീണത്. ഡാൻ കുര്യൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ഡാൻ, എന്താണ് സംഭവിച്ചത്? ഏതായാലും വലിയൊരു അപകടം ഒഴിവായി എന്നത് ആശ്വാസകരമാണ്. രഞ്ജിത്ത്, അവധി ദിവസമായതിനാലാണ് വലിയൊരു അപകടം. കാട്ടാക്കട പൂടനാട് UP സ്കൂൾ കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണപ്പോൾ ഒഴിവായത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇന്നലെ രാത്രിയോടെയാണ് സംഭവം. ഇന്നലെ മേഖലയിൽ അതിശക്തമായ മഴ പെയ്തിരുന്നു. അതിനിടെ രാത്രി 8 മണിയോടെയാണ് സ്കൂളിന്റെ കെട്ടിടത്തിന്റെ ഉപയോഗശൂന്യമായി കിട്ടുന്ന കെട്ടിടത്തിന്റെ ഒരു ഭാഗം നിലംപൊത്തിയത്. ഈ ഭാഗത്തെ കുട്ടികൾ സാധാരണയായി ഇന്റർവെൽ സമയങ്ങളിലും മറ്റും കളിക്കാനായി ഒത്തുകൂടിയിരുന്ന സ്ഥലമാണ്. അവിടെയാണ് ഇങ്ങനെ ഒരു അപകടമുണ്ടായത്. ഈ കെട്ടിടം തൊട്ട് സമീപത്തുള്ള ഒരു കോഴിക്കൂടിന് മുകളിലേക്കാണ് വീണത്. ഇതിനകത്തുണ്ടായിരുന്ന കോഴികൾ മുഴുവൻ ചത്തുപോയി. അത് മാത്രമാണ് ആകെ നാശനഷ്ടം അതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. പക്ഷേ ഒരു പ്രവൃത്തി ദിവസമായിരുന്നെങ്കിൽ അതാകുമായിരുന്നില്ല സ്ഥിതി. എന്തായാലും സ്കൂൾ അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികൾ, അതായത് ഈ പഴകിയ കെട്ടിടത്തിൽ നിന്ന് സമീപത്തേക്ക് കുട്ടികളെ മാറ്റുന്നതടക്കമുള്ള ആ ഭാഗത്തുനിന്ന് കുട്ടികളെ മാറ്റുന്നതടക്കമുള്ള നടപടികളൊക്കെ നേരത്തെ തന്നെ സ്വീകരിച്ചതാണ്. അതിനിടയിലാണ് ഇന്നലെ പെയ്ത അതിശക്തമായ മഴയിൽ വൈകിട്ട് 8 മണിയോടെ ഈ കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണ സാഹചര്യം ഉണ്ടായത്. ഇന്ന് മേൽ നടപടികൾ സ്വീകരിക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവച്ചു.